നമ്മുടെ നാട്ടിൽ സാധാരണയായി ലഭിക്കുന്ന പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. സകല സീസണുകളിലും സുലഭമായി ലഭിക്കുന്ന ഈ പഴം വൈറ്റമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവയാൽ സമ്പന്നമാണ്. വൈറ്റമിൻ സിയും എയും ബിയും ധാരാളം അടങ്ങിയിട്ടുള്ള പപ്പായ നാരുകളുടെയും ഒരു കലവറയാണ്. പപ്പായയോടൊപ്പം പപ്പായയുടെ ഇലയും കുരുവും പല രാജ്യങ്ങളിലും ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കാറുണ്ട്. അമേരിക്കൻ നാടുകളിലാണ് ഉത്ഭവിച്ചതെങ്കിലും ഇന്ത്യയിലാണ് ഇപ്പോൾ പപ്പായ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പപ്പായയിൽ നിരവധി ഫൈറ്റോ ന്യൂട്രിയന്റുകളും വൈറ്റമിനുകളും അടങ്ങിയിട്ടുണ്ട്. ദൈനംദിന ഭക്ഷണത്തിൽ പപ്പായ ഉൾപ്പെടുത്തുന്നത് അണുബാധകളിൽ നിന്ന് സംരക്ഷണം നൽകും. വൈറ്റമിൻ സി മാത്രമല്ല, എയും ധാരാളമുള്ളതാണ് പപ്പായ. ഇത് ചർമ്മത്തിനും വളരെ നല്ലതാണ്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ചർമ്മത്തിലെ ചുളിവുകളെയും പ്രായമാകുന്നതിന്റെ മറ്റു ലക്ഷണങ്ങളെയും പ്രതിരോധിക്കും. കണ്ണിന്റെ കാഴ്ചയ്ക്കും പപ്പായ ഉത്തമമാണ്. പപ്പായ പഴത്തിന് മധുരമുണ്ടെങ്കിലും ഗ്ലൈസമിക് ഇൻഡെക്സ് നില മധ്യമമായിരിക്കും. അതിനാൽ പ്രമേഹ രോഗികൾക്ക് പോലും നിയന്ത്രിത അളവിൽ പപ്പായ കഴിക്കുന്നത് അനുവദനീയമാണ്. പപ്പായയിലെ പൊട്ടാസ്യം ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും മികച്ചതാണ്. പൊട്ടാസ്യം സ്ട്രോക്ക് വരാതെ ശരീരത്തെ സംരക്ഷിക്കും. അതുപോലെ തന്നെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പാപ്പൈൻ, കൈമോപാപ്പൈൻ തുടങ്ങിയ എൻസൈമുകൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നിവ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ കുറയ്ക്കും. ബീറ്റ കരോട്ടിൻ വായ, ശ്വാസകോശം എന്നിവയെ ബാധിക്കുന്ന ക്യാൻസർ തടയാൻ സഹായിക്കും. പക്ഷെ എല്ലാവർക്കും പപ്പായ കഴിക്കുന്നത് ഒരുപോലെ ഗുണം ചെയ്യണമെന്നില്ല. പച്ചയ്ക്കോ പാതി പഴുത്തതോ ആയ പപ്പായയിൽ ധാരാളമായിട്ട് ലാറ്റക്സ് ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഗർഭാശയം ചുരുങ്ങുന്നതിന് ഇടയാക്കും, പ്രത്യേകിച്ച് ഗർഭത്തിന്റെ ആദ്യകാലങ്ങളിൽ. നന്നായി പഴുത്ത പപ്പായ ചെറിയ അളവിൽ കഴിക്കാം. ധാരാളം ലാറ്റക്സ് ഉൾക്കൊള്ളുന്ന ഒരു പഴമാണ് പപ്പായ. അതുകൊണ്ട് തന്നെ ലാറ്റക്സ് അലർജി ഉള്ളവർക്ക് ഇത് പ്രശ്നമുണ്ടാക്കിയേക്കാം. ചൊറിച്ചിൽ, ചർമ്മത്തിൽ തടുപ്പ്, നീര്, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഹൈപ്പോ തൈറോയിഡ്സമോ അതുപോലുള്ള അവസ്ഥകളോ ഉള്ളവർക്ക് പപ്പായ കഴിക്കുന്നത് നല്ലതല്ല. പപ്പായയിലുള്ള ഫൈറ്റോ കെമിക്കൽ അയഡിൻ അബ്സോർപ്ഷനെ സ്വാധീനിക്കുന്നതാണ് കാരണം.